ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രേവതി. നമുക്കിന്ന് കേട്ടിട്ട് ബേസ് ചെയ്തിട്ട് സൈക്കോളജിയിൽ നിന്നിട്ട് ഒരു ടോപ്പിക്ക് നോക്കാം. റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിറ്റുവേഷൻ ബേസ്ഡിൽ ഇതിൽ നിന്ന് കേട്ടിട്ടിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്താണ് ഹെറിഡിറ്റി? പാരമ്പര്യമാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് പരിസരമാണ്, അല്ലേ? അപ്പോൾ പാരമ്പര്യവും പരിസരവും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വികാസത്തിന് കാരണമാകുന്നത്? വളർച്ചയും വികാസവും വ്യക്തിയിൽ ഉണ്ടാകുന്ന രണ്ട് മാറ്റങ്ങളാണ്. രണ്ടായി അതിനെ തരം തിരിച്ചിരിക്കുന്നു. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങൾ, സവിശേഷതകൾ, ഇതെല്ലാം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ് ഹെറിഡിറ്റിയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റും. പാരമ്പര്യവും പരിസരവും ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. പാരമ്പര്യവും വേണം, പരിസ്ഥിതിയും വേണം. ഇവ രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത്. പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? കൈമാറി കിട്ടുന്ന ഒന്നാണ്, അല്ലേ? വ്യക്തിക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായ സ്വഭാവങ്ങളുടെ ആകെ തുകയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. പക്ഷേ പരിസരം എന്ന് പറയുന്നത് എന്താ? ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പരിസരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത് ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് സന്തതിയിലേക്ക് ജീനുകളിലൂടെ കൈമാറുന്ന സ്വഭാവ സവിശേഷതകളെ നമ്മൾ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് പറയും. ഇതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ശരീരഘടന, അല്ലേ? ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കും ശരീരഘടന. ഉയരം ചിലപ്പോൾ അച്ഛനെ പോലെ ആയിരിക്കാം, ചിലപ്പോൾ അമ്മയെ പോലെ ആയിരിക്കാം. കണ്ണിൻ്റെ നിറം, മുടിയുടെ നിറം, രക്തഗ്രൂപ്പ്, അതുപോലെ തന്നെ ചില ബുദ്ധിവിശേഷണങ്ങൾ, ചില രോഗങ്ങൾ. അപ്പോൾ ചില രോഗങ്ങളും, അല്ലേ? ചില രോഗങ്ങളുടെ പ്രവണതയും എന്തിനുണ്ട്? പാരമ്പര്യത്തിനുണ്ട്. രോഗങ്ങളും നമുക്ക് കൈമാറി ജീനുകളിൽ നിന്ന് കൈമാറി നമുക്ക് വരാം? രോഗങ്ങളും വരാം. അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്വഭാവങ്ങളുടെ ആകെ തുകയാണ്. അത് ജീനുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കൈമാറി കിട്ടുന്നു, അല്ലേ? നമ്മളുടെ പൂർവികരിൽ നിന്ന്. പക്ഷേ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജനനത്തിന് മുൻപും ശേഷവും വളർച്ചയെ സ്വാധീനിക്കുന്ന എല്ലാ ഭാഗ്യഘടകങ്ങളും പരിസരത്തുണ്ടെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജനനത്തിന് മുമ്പും അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ആ അമ്മ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അല്ലേ? സന്തോഷത്തിലാണിരിക്കണമെങ്കിൽ കുഞ്ഞും സന്തോഷത്തിൽ തന്നെയായിരിക്കും. കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞായിരിക്കും. പക്ഷേ അമ്മ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര മാനസിക പ്രശ്നങ്ങളുള്ളതും, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരിടം, അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റാത്തൊരു അന്തരീക്ഷം, ഇത്തരത്തിലുള്ള പരിസരമാണെങ്കിൽ അത് കുട്ടിയെയും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജനനത്തിന് മുൻപും ആ കുഞ്ഞിനെ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ ബാധിക്കുമെന്ന്. അപ്പോൾ നല്ലൊരു പരിസരമാണെങ്കിൽ ആ കുട്ടി, ജനിക്കാൻ പോകുന്ന കുട്ടിക്കും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് ഉണ്ടാകും. അല്ല മറിച്ച് ആ പരിസരം ദുഷ്കരമാണെങ്കിൽ അതുപോലെ തന്നെ ആ പരിസരത്ത് ജീവിക്കുന്ന അമ്മയ്ക്കും അത് ബാധിക്കും. അമ്മയോടൊപ്പം തന്നെ കുഞ്ഞിനെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ജനനത്തിന് മുൻപും പരിസരം കുട്ടിക്ക് വികാസവും വളർച്ചയും സാധ്യമാക്കുന്ന ഒരു ഘടകമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനനത്തിന് ശേഷം ശരിക്കും സ്വാധീനിക്കും, അല്ലേ? എത്തരത്തിലുള്ളൊരു പരിസരത്താണോ കുട്ടി നിൽക്കുന്നത് ആ പരിസരം പോലെ ഇരിക്കും കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളെല്ലാം. അത് വീടാണെങ്കിലും വിദ്യാലയമാണെങ്കിലും കളിസ്ഥലമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. കൂട്ടുകാർ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, കൂടെ ജീവിക്കുന്നവർ, എന്നും കാണുന്നവർ, ഇവരെല്ലാവരും തന്നെ കുട്ടിയുടെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റങ്ങൾ വരാനും, നല്ല മാറ്റം വരാനും ചീത്ത മാറ്റം വരാനും എന്താകുന്നു? കാരണങ്ങളാകുന്നുണ്ട്. അപ്പോൾ ജനനത്തിന് ശേഷവും ജനനത്തിന് മുമ്പും ഒരുപോലെ തന്നെ കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പരിസരം എന്ന് പറയുന്നത്. ഇപ്പോൾ കുടുംബം, സ്കൂള്, അധ്യാപകൻ, സുഹൃത്തുക്കൾ, സമൂഹം, സംസ്കാരം, മാധ്യമങ്ങൾ, സാമ്പത്തിക സ്ഥിതി, പോഷകാഹാരം, ഇതെല്ലാം തന്നെ പരിസരവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലേ? വീട്ടിൽ നല്ല രീതിയിൽ കുട്ടിക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, പോഷക സമൃദ്ധമായ ആഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അത് അവനെ ശാരീരികമായി മാനസികമായി ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചമല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ നല്ല വസ്ത്രം ധരിക്കാൻ, വേണ്ടുന്ന
സ്കൂളിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാൻ, ബുക്കുകൾ, പെൻസിലുകൾ പോലുള്ള സാധനങ്ങൾ മേടിക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരിടമാണെങ്കിൽ എല്ലാ കുട്ടികളെ പോലെയും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ആവണമെന്നുള്ളതല്ല, നമ്മൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും ലഭിക്കാത്ത കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ ആ ഒരു പരിസരം വെച്ചിട്ട് ആ കുട്ടികളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇതൊക്കെ പരിസരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഹെറിഡിറ്റി വേഴ്സസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പാരമ്പര്യം ജന്മസിദ്ധമാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. കൈമാറി പൂർവികരിൽ നിന്ന് ലഭിക്കുന്നു. പരിസരം എന്ന് പറയുന്നത് ജനനത്തിന് ശേഷം കൂടുതലായി സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ജനനത്തിന് മുൻപും ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യം ജീനുകളിലൂടെ ലഭിക്കുന്നതാണ്. എന്നാൽ പരിസരം ചുറ്റുപാടുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മാറ്റാൻ സാധിക്കാത്തതാണ്. പക്ഷെ നമുക്ക് പരിസരത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചിലപ്പോൾ മാറ്റാം. നല്ലതല്ല എന്നാണെങ്കിൽ നമുക്ക് അത് മാറ്റി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറ്റി പ്രവർത്തിക്കാനുള്ള ഒരു മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ശാരീരിക സവിശേഷതകൾ നൽകുന്നത് പാരമ്പര്യത്തിൽ നിന്നാണ്, അല്ലേ? ബുദ്ധിശേഷിക്ക് നൽകുന്നതും പാരമ്പര്യമാണ്. വ്യക്തിത്വത്തിൻ്റെ ചില അടിസ്ഥാന ഘടകങ്ങളെ സ്വാധീനിക്കുന്നതും പാരമ്പര്യമാണ്. ഇനി പരിസരത്തിലേക്ക് വരുമ്പോൾ പഠനശേഷി വികസിക്കുന്നത്, ഭാഷ വികസിക്കുന്നത്, മൂല്യങ്ങളും ശീലങ്ങളും എല്ലാം രൂപപ്പെടുന്നത്, സാമൂഹിക പെരുമാറ്റം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നത്, വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നത്, ഇതെല്ലാം പരിസരത്തിൽ നിന്നുമാണ്. ഇതൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് ലഭിക്കണമെന്നില്ല. നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു അച്ഛൻ്റെ മകനാണെന്ന് കരുതി ആ മകനും നല്ല രീതിയിൽ തന്നെ പെരുമാറണം എന്ന് ഇല്ല. അതുപോലെ തന്നെ അച്ഛൻ ഭയങ്കര കുടിയനായ ഒരു വ്യക്തിയാണ്, എന്നും കള്ളൊക്കെ കുടിച്ചുകൊണ്ടൊന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അയാളുടെ മകനും അതേപോലെ തന്നെ ആകണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ അയാളുടെ മകൻ പഠിച്ച് നല്ല നിലയിലെത്തി നല്ലൊരു വ്യക്തിയായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പരിസരമാണ് പഠനത്തെ വികസിപ്പിക്കുന്നത്, ഭാഷ വികസിപ്പിക്കുന്നത്, മൂല്യം, ശീലങ്ങൾ ഇതെല്ലാം രൂപപ്പെടുത്തുന്നത്, സാമൂഹികപരമായിട്ട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ വ്യക്തിത്വം എങ്ങനെ മെച്ചപ്പെടുത്തണം, ഇതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് പരിസരമാണ്. പരിസരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്വഭാവം രൂപീകൃതമാകുന്നത് പരിസരത്ത് നിന്നാണ്, അല്ലേ? നമ്മൾ ജീവിക്കുന്ന പരിസരത്ത് നിന്നാണ് നമ്മുടെ സ്വഭാവം രൂപീകൃതമാകുന്നത്. നല്ല പരിസരത്താണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സ്വഭാവം രൂപീകൃതമാകും. അതല്ല, നമ്മൾ ചീത്തയായ ഒരു പരിസരത്ത് നിൽക്കുകയാണ്, നല്ലത് നമുക്ക് ലഭിക്കാൻ ഒരു സ്പേസും ഇല്ലാന്ന് വിചാരിക്കുക, ആ കുട്ടി ഏത് രീതിയിലാകും? അതേ പരിസരത്ത് നിന്ന് അവസാനം ആ ഒരു റൂട്ടിലേക്ക് തന്നെ എത്രയൊക്കെ മാറണം എന്ന് വിചാരിച്ചാൽ അവന് വേറൊരു ഇടമില്ലാത്തത് കൊണ്ട് അതുപോലെയായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാരമ്പര്യവും പരിസരവും വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിത്വ വികാസത്തിൽ. ഓക്കെ, അപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നത് പൂർവികരിൽ നിന്ന് കൈമാറി വരുന്നതാണ്, ജന്മസിദ്ധമായതാണ്. പരിസരം ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ജനനത്തിന് മുമ്പും ജനനത്തിന് ശേഷവും പരിസരം ശരിയായ രീതിയിലുള്ളൊരു സ്വാധീനം കുട്ടിയുടെ വികാസത്തിൽ നൽകുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് സംഗീതത്തിൽ ജന്മസിദ്ധമായ കഴിവുണ്ട്, എന്നാൽ ശരിയായ പരിശീലനം അവന് ലഭിക്കാത്തത് കൊണ്ട് അവനൊരു മികച്ച ഗായകനാകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ജന്മസിദ്ധമായ കഴിവ് എന്ന് പറയുന്നത് അവന് പാരമ്പര്യപരമായിട്ട് ലഭിച്ചേക്കുന്നതാണ്. പക്ഷെ പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവന് സാധിച്ചില്ല. അത് പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. പരിശീലനം ലഭിക്കാത്തത് പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ക്ലാസ് റൂം ബേസ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2 കുട്ടികൾക്ക് ഒരേ ബുദ്ധി ശേഷിയുണ്ട്. ഒരാൾക്ക് നല്ല അധ്യാപകൻ, ലൈബ്രറി, മാതാപിതാക്കളുടെ പിന്തുണ ഇതെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. മറ്റൊരാൾക്ക് ഇവ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ആദ്യ കുട്ടി കൂടുതൽ നേട്ടം കൈവരിക്കും. കാരണം എന്താണ്? പരിസരത്തിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ്. ആ കുട്ടിക്ക് നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ലൈബ്രറി, മാതാപിതാക്കളുടെ ശരിയായ പിന്തുണ. മറ്റേ കുട്ടിക്ക് ഇതൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ചിലപ്പോൾ ആ കുട്ടി മറ്റേ കുട്ടിയേക്കാൾ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് മേടിക്കാം. അത് ആ കുട്ടിയെ പരിസരത്തെ കടന്ന് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ്. അതല്ലാത്തൊരവസ്ഥയിൽ ആ കുട്ടിയേക്കാൾ
പരിസരം മെച്ചപ്പെട്ട് നിൽക്കുന്ന കുട്ടിയുടെ ആയിരിക്കും മാനസിക നില മെച്ചപ്പെട്ട് നല്ല ഒരു മാനസിക നിലയിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി അവന് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. മറ്റൊരു കുട്ടിയെ കുറിച്ച് നോക്കും, മറ്റേ കുട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ, പരിസരം ഇതെല്ലാം തന്നെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അവൻ്റെ ചിന്തകളെല്ലാം ഏത് സമയം അവൻ്റെ ഓരോ സ്റ്റെപ്സും എന്തായിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻ്റ് ആണ് നമ്മൾ നോക്കിയത്. നമ്മൾ പറഞ്ഞിരുന്നു ഹെറിഡിറ്റി എന്താണെന്നുള്ളതും എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ളതും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കേറ്ററ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്, എന്തായാലും ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കേറ്ററ്റ് ബേസ് ചെയ്തിട്ട് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻ്റ് ആണ് ചർച്ച ചെയ്തത്. പാരമ്പര്യവും പരിസരവും എങ്ങനെയാണ് വ്യക്തിത്വ വികാസത്തിന് കാരണമാകുന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.